إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങി എത്തേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി അമലുകളെ പരിപൂർണമായും നിയന്ത്രിക്കണേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ഈമാനും ആരോഗ്യവും മരണം വരെ നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ദുൽഹജ്ജ് മാസത്തിലെ ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. 12ാമത്തെ മാസമാണ് ദുൽഹജ്ജ്. ആദ്യ മാസം മുഹറമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ എല്ലാ മാസത്തിലും ഓരോ ചരിത്ര മുഹൂർത്തങ്ങൾ കടന്നു പോകാറുണ്ട്. ആ ചരിത്ര മുഹൂർത്തങ്ങളിലൊക്കെ എന്തെങ്കിലും ഗുണപാഠങ്ങളോ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ നമ്മോട് പറയാനുണ്ടാകും. ആ ചരിത്ര മുഹൂർത്തങ്ങളിലെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുക എന്ന ഉദ്ദേശത്തോടെ പല നിലക്കുള്ള ഉണർത്തലുകളും നാം കേൾക്കാറുണ്ട്. ഇതുപോലെ ആവർത്തിച്ചു വരുന്ന ഒരു ചരിത്രമാണ് മുഹറത്തിൽ നമുക്കുള്ളത്. മുഹറം എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും മുഹറം മാസം വരുമ്പോൾ ചില വിശദീകരണങ്ങൾ കേൾക്കാറുണ്ട്. എന്നാൽ മുഹറത്തിൽ നടന്ന ചരിത്രവും മറ്റു ചരിത്ര പ്രാധാന്യമുള്ളതുപോലെ തന്നെ കാലിക പ്രസക്തിയുള്ളതാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മുസ്ലിം അലൈഹിസ്സലാമിന്റെ പരീക്ഷണങ്ങൾ
അതിൽ അള്ളാഹുവിന്റെ സഹായങ്ങൾ, അതിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് സംഭവിച്ച വിശ്വാസ വ്യതിയാനങ്ങൾ, മുസ്ലിങ്ങൾക്കുണ്ടായ പരീക്ഷണങ്ങൾ, പിന്നീട് മുസ്ലിങ്ങൾ ആയിട്ടുള്ള പലരും പിന്നീട് ഏത് രൂപത്തിലേക്കാണ് നിഷേധത്തിലേക്ക് എത്തിയത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഏറെക്കുറെ 3 മാസത്തെ ഖുത്ബയിൽ നാം വിശദീകരിച്ചതായിരുന്നു. അതുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ മുഹറത്തിൽ പങ്കുണ്ട്. നമുക്കറിയാം മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവും മുഹറം മാസവുമായി നല്ല ബന്ധമുണ്ട്. അതിൽ മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ ഓർത്തെടുക്കേണ്ട ഒരു വിഷയമാണ് സൂറത്ത് അഅറാഫിൽ പറഞ്ഞ 128-ാമത്തെ ആയത്ത്. ഖാല മൂസ ലിഖൗമിഹി ഇസ്തഈനു ബില്ലാഹി വസ്ബിറു ഇന്നൽ അർള ലില്ലാഹി യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. മൂസ നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തോട് പറയുകയാണ്, ഇസ്തഈനു ബില്ലാഹി വസ്ബിറു, നിങ്ങൾ അല്ലാഹുവോട് സഹായം തേടണം. സൂറത്തുൽ ബഖറയിൽ വസ്തഈനു ബിസ്സബ്രി വസ്സലാത്തി ഒന്നുകൂടി എടുത്തു പറഞ്ഞു, സഹായം തേടണം. സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത് ബിസ്സബ്രി, ക്ഷമയോടെയും, വസ്സലാത്തി, നിസ്കാരം കൊണ്ടും എന്നാണ്. ഇവിടെ പറഞ്ഞത് ക്ഷമയോടുകൂടി എന്നാണ്. അപ്പൊ അള്ളാഹുവോട് സഹായം തേടേണ്ട 2 അവസ്ഥകളാണ് പറഞ്ഞത്. ഒന്ന് സ്വബർ, സഹനശീലം ഉണ്ടാവണം. മറ്റൊന്ന് സ്വലാത്ത്, നിസ്കാരം ഉണ്ടാവണം. ഇങ്ങനെ നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും സഹായം തേടിയാൽ എന്താണ് ലാഭം? ഇന്നൽ അർള ലില്ലാഹി യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി, അല്ലാഹു അവന്റെ ഭൂമിയിൽ, ഭൂമി ആരതാ? അള്ളാന്റെതാണ്. അല്ലാഹു അവന്റെ ഭൂമിയിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അനന്തരാവകാശം കൊടുക്കും. ഭരണം, ആധിപത്യം, സ്വാധീനം, സമാധാനം ഒക്കെ അല്ലാഹു കൊടുക്കുമെന്നാണ്. സൂറത്തുൽ ഹജ്ജിലും അതിന് ചില പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്ക് സ്വാധീനം കിട്ടാൻ കുടുംബത്തിൽ, വീട്ടിൽ, നാട്ടിൽ സ്വാധീനവും സമാധാനവും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് മൂസ നബി അലൈഹിസ്സലാം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഇസ്തഈനു, അല്ലാഹുവോട് സഹായതേട്ടം നടത്തണം എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, നീ അത്യാഗ്രഹം കാണിക്കണം, അത്യാഗ്രഹം കാണിക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞ ഒന്ന് ഇസ്തഈനു എന്നാണ്. വസ്തഈൻ ബില്ലാഹി, അല്ലാഹുവോട് നീ സഹായതേട്ടം നടത്തണം. വലാ തഅജസ്, നീ അതിൽ അശക്തത ഉണ്ടാകാൻ പാടില്ല. അജ്സ് എന്ന് പറഞ്ഞാൽ കഴിവില്ലായ്മക്ക പറയുക, അശക്തത, കഴിവില്ലായ്മ. അപ്പോ അള്ളാഹുവോട് സഹായം തേടുന്നതിൽ ഒരു അശക്തത, ഒരു കഴിവില്ലായ്മ കാണിക്കാൻ പാടില്ല. ഒരു വലിയൊരു ചുമട്ട് തൊഴിലാളി എടുക്കുന്ന 25, 45, 50 കിലോ ഉള്ള ഒരു ചാക്ക് നമുക്ക് എടുക്കാൻ കഴിയില്ല. ഞാൻ അതിന് ശക്തിയില്ല, എനിക്കതിന് കഴിയില്ല എന്ന് പറയും, എനിക്കതിന് ശക്തിയില്ല എന്ന് പറയും. പ്രാർത്ഥനയെ കുറിച്ച്, സഹായതേട്ടത്തെ കുറിച്ച് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നീ അതിൽ ശക്തിയില്ലായ്മ കാണിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ എന്തായിരിക്കും ശക്തിയില്ലായ്മ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൂസ നബി അലൈഹിസ്സലാമിൽ നിന്നും കിട്ടിയ പ്രചോദനമാണ്. നിസ്കാരത്തിലൂടെയും ക്ഷമയിലൂടെയും സഹായതേട്ടം നടത്തണം. ഇന്നൽ അർള ലില്ലാഹി യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി, അല്ലാഹു അവന്റെ അടിമകൾക്ക് സമാധാനവും സ്വാധീനവും കൊടുക്കുക ഈ സഹായതേട്ടത്തിലൂടെയാണ് എന്നാണ്. ഇത് മൂസ നബി അലൈഹിസ്സലാമിന്റെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുമായി ബന്ധപ്പെട്ട് ഒന്നാമതായുള്ളത് ആസൂത്രണമാണ്, പ്ലാനിംഗ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് പോയതായിരുന്നില്ല മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള ഹിജറ എന്നത്. എല്ലാ നബിമാരും ആ നാട്ടിലേക്ക് വന്നത് ദൗത്യം പൂർത്തീകരിക്കാനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ലക്ഷ്യം ദൗത്യം പൂർത്തീകരിക്കലായിരുന്നു. ദൗത്യം പൂർത്തീകരിക്കുമ്പോ എന്തൊക്കെയോ പ്രതിബന്ധങ്ങളെ മാറ്റേണ്ടി വരും, എന്തൊക്കെയോ പ്രയാസങ്ങൾ ഏൽക്കേണ്ടിയും വരും. പക്ഷെ അവിടെ ഒരു വിശ്വാസിയുടെ ലക്ഷ്യം എന്നുള്ളത് ഈ ദൗത്യം പൂർത്തീകരിച്ചേ ഞാൻ വിശ്രമമെടുക്കുകയുള്ളൂ എന്ന ഒരു ലക്ഷ്യബോധമാണ്. ഇതാണ് ഹിജറ നടക്കുവാനുള്ള കാരണം. ഒന്നുകൂടി പറഞ്ഞാൽ, ഹിജറ എന്നുള്ളത് തെറ്റിൽ നിന്നും നന്മയിലേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ പ്രതിസന്ധികളെ തട്ടിമാറ്റേണ്ടി വരും. അപ്പൊ പ്രയാസങ്ങൾ ഉണ്ടാകും, കഷ്ടപ്പാടുകൾ ഉണ്ടാകും. ആ പ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളിലും ഉണ്ടാവേണ്ട ഒന്ന് പ്ലാനിംഗ് ആണ്. നമ്മുടെ മുസ്ലിങ്ങൾക്ക് ഇല്ലാതെ പോയ വലിയൊരു സംഗതിയാണത്. ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. ഇപ്പൊ അതൊക്കെ പഠിക്കുവാനും പഠിപ്പിക്കുവാനും അതിന്റെ ക്ലാസ് എടുക്കുന്നവർക്ക് 10,000-ഉം 50,000-ഉം ഒക്കെ ഫീസ് കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ പഠിക്കുന്നത്. എന്താ ടൈം മാനേജ്മെന്റ്, അത് എങ്ങനെ ചെയ്യാം, ഏത് രൂപത്തിൽ ചെയ്യാം എന്നൊക്കെ. അപ്പൊ കൃത്യമായ ടൈം മാനേജ്മെന്റും പ്ലാനിങ്ങും ഒരു വിശ്വാസിക്ക് ഉണ്ടാവണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പഠിപ്പിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയതായിരുന്നില്ല എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. കുറെ കാലത്തെ പ്ലാനിങ് ആയിരുന്നു. അത് പോകാനുള്ള കാരണം എന്താ? ഞാൻ എന്നും ആ പള്ളിയിലേക്ക് പോകുമ്പോ, അല്ലെങ്കിൽ ആ പള്ളിയിലേക്ക് പോയോണ്ടാണല്ലോ ഇവിടുന്ന് ഈ ആൾക്കാരൊക്കെ എന്നെ ചീത്ത പറയാൻ കാരണമായത്. ആ പള്ളി പോകാതെ മറ്റേ പള്ളി പോയ പ്രശ്നം കഴിഞ്ഞല്ലോ എന്ന ഒരു ചിന്താഗതി ഉള്ളവർ ആലോചിക്കേണ്ടത്, അമ്പിയാക്കന്മാർക്ക് ആ രൂപത്തിലൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ദഅവത്ത് നടക്കുമായിരുന്നില്ല, ഹിജറ നടക്കുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറെ ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സൂറത്തുൽ കാഫിറൂൻ എന്നുള്ള സൂറത്ത് ഇറങ്ങുവാനുള്ള കാരണം. എല്ലാത്തിനും അവർ റെഡിയായിരുന്നു. റസൂലുള്ളാഹിക്ക് നല്ല ജാതിക്കാരുടെ, നല്ല കുടുംബത്തിൽ നിന്ന്, നല്ല തറവാട്ടുകാരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ അവർ റെഡിയായിരുന്നു. വീട് വെച്ചു കൊടുക്കാൻ, സൗകര്യങ്ങൾ കൊടുക്കാൻ എല്ലാത്തിനും റെഡിയായിരുന്നു. പക്ഷെ വിഷയം എന്താണ്? പ്രബോധനം എന്നുള്ള ദഅവത്ത് നിർത്തിവെക്കണമായിരുന്നു. അപ്പൊ നമ്മുടെ ആദർശം അനുസരിച്ച് ജീവിക്കുമ്പോ ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് വരാം. അതിൽ സഹിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമുക്കുണ്ടാകേണ്ട മറ്റൊരു ഗുണപാഠം. തവക്കുൽ എന്നുള്ളതാണ്. തവക്കുൽ എന്ന് പറയാൻ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് ബോർഡ് എഴുതി വെക്കാൻ പ്രയാസമില്ല. ഒരു 25 രൂപയോ 150 രൂപയോ കൊടുത്താൽ കിട്ടുന്ന സ്റ്റിക്കറാണത്. അതെല്ലാവർക്കും ഉണ്ടാക്കാം. പക്ഷെ ആ ഒരു സ്റ്റിക്കർ അല്ല, അതിലുണ്ടാവേണ്ട തവക്കൽ. എന്താണ് വക്കീൽ എന്ന് പറഞ്ഞാൽ? വക്കീൽ എന്നുള്ള പദം നമുക്കറിയാം, മലയാളീകരിച്ചത് കൊണ്ട്. അർപ്പണബോധമുള്ളവൻ നടത്തുന്ന ഒരു അർപ്പണത്തെയാണ് തവക്കുൽ എന്ന് പറയുക. അതുകൊണ്ടാണ് ഉറുക്ക്, ഐക്കല്ല് പോലെയുള്ളത് കെട്ടുന്നത് ശിർക്കാണെന്ന് പറയാനുള്ള കാരണം എന്താ? ഒരാളുടെ കൈകൾക്ക് എപ്പോഴും തളർച്ച അനുഭവപ്പെടുന്നു, ഇടയ്ക്കിടെ രാത്രിയിൽ ഉറക്കം ഞെട്ടിപ്പോകുന്നു, രാത്രിയിൽ മൂത്രമൊഴിച്ചു പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമുണ്ടാകുന്നു, ഇടയ്ക്കിടെ പനി വരുന്നു. അപ്പൊ ചില ആളുകൾ വിചാരിക്കും അത് എന്തിന്റെയോ പ്രശ്നമാണ്. അവരൊരു ഉറുക്കോ ഐക്കല്ലോ അരയിൽ കെട്ടുന്നു, അത് ശിർക്കാണ് എന്ന് ആരാ പറഞ്ഞേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ള പറയാൻ കാരണം എന്താ? അവിടെ തവക്കുല് വരികയാണ്. 2 രൂപക്കോ 20 രൂപക്കോ വാങ്ങിയ ചരടിൽ അവൻ അർപ്പണ നടത്തുകയാണ്. ഈ കറുത്ത ചരട് എന്റെ അരയിലുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ തകിട് എന്റെ തലയിണക്കടയിൽ വെച്ചത് കൊണ്ടാണ് ഇപ്പോ 2 മാസമായി ഒരു രോഗമില്ല, കുറച്ചു കാലമായി വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ എന്തേലും രാത്രി എഴുന്നേറ്റ് നടക്കുന്നു, രാത്രിയിൽ മൂത്രമൊഴിക്കുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ കയറ് കെട്ടിയപ്പോ, ചരട് കെട്ടിയപ്പോ, തലയിണക്കടയിൽ ചില കാര്യങ്ങൾ വെച്ചപ്പോ ഈ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുമ്പോ ആ സംഗതിയിൽ, ആ തലയിണക്കടയിൽ വെച്ച കയറിൽ, ചരടിൽ അവൻ തവക്കുലാക്കി.
അപ്പൊ തവക്കുൽ എന്ന് പറയുമ്പോൾ അർപ്പണമാണ്, ഒരു സംഗതിയിൽ അർപ്പിക്കലാണ്. അത് മനസ്സിനെ അർപ്പിക്കാം, ജീവിതത്തെ അർപ്പിക്കാം. ആ അർപ്പണബോധം അള്ളാഹുവിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഹിജ്റ കൊണ്ടുള്ള മറ്റൊരു ഗുണപാഠം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഹസ്ബി അല്ലാഹ് എന്ന് എഴുതി വെക്കുവാനുള്ളതല്ല, അതും കൽബിൽ എഴുതി വെക്കാനുള്ളതാണ് എന്നർത്ഥം. ഒരു കുട്ടി മരിച്ചാൽ, ഭാര്യ മരണപ്പെട്ടാൽ, ഭർത്താവ് മരണപ്പെട്ടാൽ, എന്തെങ്കിലും ഇൻസിഡന്റുകൾ വന്നാൽ, അപകടങ്ങൾ വന്നാൽ, അവിടെ എനിക്ക് എന്റെ റബ്ബ് വിധിച്ചതാണ് അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. അല്ലാഹുവാണ് എല്ലാം തീരുമാനിക്കുന്നവൻ. അവൻ എന്തെങ്കിലും ഒരു ഖൈറ് കണ്ടിട്ടുണ്ടാകും എന്ന ചിന്തയുണ്ടാകുന്ന തവക്കുലിന്റെ അർപ്പണ ബോധമാണ് ഹിജ്റ നമുക്ക് നൽകുന്ന മറ്റൊരു ഗുണപാഠം. അതാണ് ഈ യാത്ര ഇറങ്ങി. യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായം ചോദിച്ചത്, ഭൗതികമായ സഹായം ആവശ്യപ്പെട്ടത് ഒരു മുസ്ലിം ആയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചതും മുസ്ലിം ആയിരുന്നില്ല. ഇസ്ലാം സ്വീകരിക്കാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു തന്റെ ഹിജ്റയിലെ ആ യാത്രാവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ സഹായിച്ചത്. ചരിത്രം നമുക്കൊക്കെ അറിയാം. അങ്ങനെ ഗുഹയിലെത്തുന്നു. സൗർ ഗുഹയിലാണ് എത്തിയത്. ഹിറാ ഗുഹ വഹീന്റെ നേരമാണ്. സൗർ ഗുഹയിലെത്തി. ആ സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു താമസിക്കുമ്പോ പലപ്പോഴും പുറമെ നിന്നും ഉള്ളിലേക്ക് കാണാറുള്ള ഗുഹ, ആ നേരം അബൂബക്കർ റളിയല്ലാഹു അൻഹു പേടിയാവുകയാണ്. എത്തി നോക്കിയാലോ? കാരണം ആ കാലഘട്ടത്തിൽ താമസിക്കുന്ന സ്ഥലം എന്നുള്ളത് ഒളിത്താവളമാണ്, ഗുഹ എന്നുള്ളത്. അപ്പൊ ഇത് നമ്മുടെ ഒളിത്താവളമാണല്ലോ. അപ്പോ പോയവർക്ക് അറിയുണ്ടാകും, ഉംറ ഹജ്ജ് പോലെയുള്ളവർ പോയവർക്ക്, ആ മലയിൽ കയറിയവർക്ക് അതിന്റെ അവസ്ഥകൾ അറിയുണ്ടാവും. അള്ളാഹു ഇനിയും പോകാൻ കഴിയാത്തവർക്ക് ഉംറ ചെയ്യുവാൻ, ഹജ്ജ് ചെയ്യുവാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോ ആ ഗുഹയിൽ താമസിച്ചോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയെങ്കിലോ നമ്മളെ കണ്ടേക്കുമല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ബേജാറാണ്, പേടിയാൻ. സ്വാഭാവികമാണ് പേടിയുണ്ടാകും. കാരണം എത്തി നോക്കിയാൽ കിട്ടും. ആർക്ക് കിട്ടും? മുശ്രിക്കുകൾക്ക് കിട്ടും. എന്തിനാ അവർ ഇവിടെ ഈ മലയിൽ വന്നത്? മുഹമ്മദ് നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് നബി എവിടെയോ പോയിട്ടുണ്ട്, യാത്രയിലാണ്, ആ വിവരം കിട്ടിയിട്ടുണ്ട്. എവിടെയോ ഒളിച്ചിരിക്കുകയായിരിക്കും. ഒളിച്ചിരിക്കുകയാണ് എന്ന് ബോധമുള്ളവർ എവിടെയും പാതാവലോ. കുടത്തിലടക്കം പരതണമെന്നാ പറയാറുള്ളത് അല്ലെ? അങ്ങനെ എവിടെയും പരതാലോ. അപ്പൊ ഇവിടെ നോക്കിയാലോ, അവിടെ കൃത്യമായ ഒരു കോൺഫിഡന്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ആ ഒരു മനഃശക്തി റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ് അവിടെ. അബൂബക്കർ റളിയല്ലാഹു യാ അബൂബക്കർ മാ ലന്നുക യാ അബൂബക്കർ, അബൂബക്കർ എന്താണ് നിന്റെ തോന്നൽ? നിന്റെ വിചാരം എന്താണ്? എന്താണ് നിന്റെ തോന്നൽ? മാ ലന്നുക യാ അബൂബക്കർ ഇന്നല്ലാഹ മഅനാ ലാ തഹ്സൻ. നീ എന്തിനാ പേടിക്കുന്നത്? നീ പേടിക്കണ്ട, അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? അപ്പോ അവിടെ പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു പേടിക്കണം? ഈ ചോദ്യമായിരുന്നു ബദറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10-14 മണിക്കൂർ തുടർച്ചയായി പ്രാർത്ഥിച്ചപ്പോ അതിന്റെ അവസാന ഘട്ടത്തിൽ തന്റെ കഴുത്തിൽ നിന്നും ഷാള് വീഴുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു എടുത്തിരുന്നല്ലോ. എന്നിട്ട് ആ ബദറിൽ തിരിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, അല്ല നബിയെ, എന്തിനാ നിങ്ങൾക്കുള്ള ബേജാറ്? അള്ളാഹ് സഹായിക്കുമെന്ന വാഗ്ദാനല്ലേ, പിന്നെ എന്തിനാ പ്രയാസം എന്ന് തിരിച്ചു ചോദിച്ചു. അത് ഉൾക്കൊണ്ടു എന്നർത്ഥം. ആ ഉൾക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാർത്തെടുത്തത്. നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായ പ്രശ്നമുണ്ട്, ശാരീരിക പ്രശ്നമുണ്ട്, രോഗമുണ്ട്. നമ്മുടെ വീട്ടിൽ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്, കടത്തിൽ നാം അകപ്പെടാറുണ്ട്. നമ്മുടെ വീട്ടിൽ പ്രയാസങ്ങളുണ്ട്, പരിവട്ടങ്ങളുണ്ട്. സഹോദര സഹോദരി, ഈ ഒരു ചിന്ത നമുക്കുണ്ടാവേണ്ടതില്ലേ? ഉണ്ടാവണം. എന്തിന് ബേജാറാവണം? മരണം, രോഗം, കഷ്ടപ്പാട്, പ്രയാസം, ആരോഗ്യപരമായ പ്രയാസം ഒക്കെ ഉണ്ടാകുമ്പോ എന്റെ കൂടെ എന്റെ അള്ളയുണ്ട്, എന്നെ സംരക്ഷിക്കാൻ എന്റെ അള്ളയുണ്ട്. ഇന്നല്ലാഹ റഖീബ്, അല്ലാഹു എന്നെ ഉറ്റുനോക്കുന്നവനാണ്, സൂക്ഷ്മമായി നോക്കുന്നവനാണ്. അവൻ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരും. ഇതൊരു പരീക്ഷണമാണ് എന്നൊരു ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ആരും നോക്കിയില്ല, ശത്രുക്കളാരും കണ്ടതുമില്ല, അവരാരും ആ ഗുഹയിലുണ്ട് എന്ന് അറിഞ്ഞതുമില്ല. അങ്ങനെ യാത്ര പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തുകയാണ്.
അവിടെയും അത്ഭുതമാണ്. തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്നും തന്റെ ഒട്ടകം പുല്ല് കടിച്ചതിന്റെ പേരിൽ യുദ്ധം ചെയ്തിരുന്നവർ, തന്റെ മൃഗം, അവന്റെ മൃഗം എന്റെ പറമ്പിൽ നിന്നും പുല്ല് കടിച്ചതിന്റെ പേരിൽ യുദ്ധം ചെയ്തിരുന്നവർ. യുദ്ധം എന്ന് പറഞ്ഞാൽ കേവലം അവര് തമ്മിലല്ല യുദ്ധം. പണ്ട് എന്റെ ഉപ്പാപ്പാട്ട് യുദ്ധം ചെയ്തിരുന്നല്ലോ. എന്നാ ഇന്ന് ഞാൻ വിടൂല. അങ്ങനെ തലമുറകൾക്ക് ശേഷം പകരം വീട്ടിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്നാണ്. ജാഹിലിയ കാലഘട്ടം എന്നാണല്ലോ നാം അവരെ വിളിച്ചത്. ആ സമൂഹം മാറിയതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്, വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ മിമ്മാ ഊതു വയുസിഊന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖാസ്സാസ. അവര് ഹിജറ വന്ന് മക്കയിൽ ഈ മനുഷ്യന്മാർ മദീനയിലെത്തിയപ്പോ പണ്ടിങ്ങനെ ഉപ്പാപ്പമാരുടെ പകരം വീട്ടിൽ പറഞ്ഞ് യുദ്ധം ചെയ്തിരുന്നവർ, വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ, അവരുടെ കൽബിൽ ഒരാവശ്യവും തോന്നിയിട്ടില്ല. ആ മക്കയിൽ നിന്നും വന്നവർക്ക് ഭക്ഷണം വേണം, വെള്ളം വേണം, വസ്ത്രം വേണം, വീട് വേണം, പാർപ്പിടം വേണം, സൗകര്യങ്ങൾ വേണം, സഹായങ്ങൾ വേണം. ആ നേരങ്ങളിൽ വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ, എന്റെ ആവശ്യം കാണാതെ മദീനക്കാർ അവരവരുടെ ആവശ്യം കാണാതെ, അവരുടെ ആവശ്യം പരിഗണിക്കാതെ വന്നവർക്ക് കൊടുക്കാൻ തയ്യാറായി. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, സ്വന്തത്തേക്കാൾ വന്നവർക്ക് പ്രാധാന്യം കൊടുത്തു. വീടിന് പകരം വീട്, ഭാര്യയ്ക്ക് പകരം ഭാര്യ, ഭർത്താവിന് പകരം ഭർത്താവ്, ഭക്ഷണത്തിന് പകരം ഭക്ഷണം, വെള്ളത്തിന് പകരം വെള്ളം, എല്ലാം കൊടുക്കുവാൻ അവർ തയ്യാറായി. വീടുകൾ ഭാഗിച്ചു കൊടുത്തു എന്നാണ്. വീട് കൊടുത്തു എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വീട്ടിൽ രണ്ടുപേരുള്ളവർക്ക് 5 റൂമുള്ള വലിയ കോട്ട കൊത്തളങ്ങളായിരുന്നില്ല ആ കാലഘട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു ചിത്രമാണ്. എന്നിട്ടും അവർ ഭാഗിച്ചു കൊടുക്കാൻ തയ്യാറായി. മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തപ്പോ പിശുക്ക് കാണിച്ചു. എന്തിനാ പിശുക്ക് കാണിച്ചെന്നറിയോ? അവനവന്റെ കാര്യത്തിൽ പിശുക്ക് കാണിച്ചു. നമ്മളെ നേരെ തിരിച്ചുണ്ടാവുക. മറ്റവന് കൊടുക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കും, അവനവന്റെ കാര്യത്തിൽ ധാരാളിത്തം ഉണ്ടാവും. എന്നാൽ മദീനക്കാർ ചെയ്തത് അവനവന്റെ കാര്യത്തിൽ പിശുക്ക് കാണിച്ചു എന്നാണ്. അവരാണ് വിജയികൾ. എന്നിട്ടാണ് എന്നോടും നിങ്ങളോടും ഖുർആൻ പറഞ്ഞ ഒരു കൽപ്പനയുണ്ട്. എനിക്കും നിങ്ങൾക്കും ബാക്കി വെച്ച ഒരു പത്രമുണ്ട്. ഈ രൂപത്തിൽ മക്കയിൽ നിന്ന് മദീനയിൽ ഹിജറ പോകേണ്ട അവസ്ഥ നമുക്കില്ല. പക്ഷെ നമുക്കൊരു ബാധ്യതയുണ്ട്. വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലുൻ, ശേഷം വരുന്നവരെ നിങ്ങൾക്കുള്ള ബാധ്യത പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. എന്താ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബന, നമ്മുടെ റബ്ബേ, യഗ്ഫിർ ലനാ, നമുക്ക് നീ പുറത്തു തരണേ. പ്രാർത്ഥനയുടെ ഒരു മര്യാദ മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുക എന്നുള്ളതാണ്. സഹോദരന്മാർക്ക് പുറത്തു കൊടുക്കണം. സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ത്വൽഹ, സുബൈർ റളിയല്ലാഹു അൻഹും, ഇങ്ങനെ അവർക്കൊക്കെ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാൻ ഉൾക്കൊണ്ടിട്ടുള്ള എല്ലാ മനുഷ്യന്മാർക്കും, നമുക്ക് മുന്നേ ഈമാനുമായി ജീവിച്ചു മരിച്ചു പോയ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ല, അത് മാത്രം പോരാ, ഞങ്ങളുടെ കൽബിൽ പകയുണ്ടാവാൻ പാടില്ല. പക, വിദ്വേഷം, ഈർഷ്യത അതുണ്ടാവാൻ പാടില്ല. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ല, ഒരാളോടും പകയുണ്ടാവില്ല. ഈ ഒരാൾ എന്ന് പറഞ്ഞാൽ ആരാ? ലില്ലദീന ആമനു, മുഅ്മിനുകളോട്. ഈ പള്ളിയിൽ എന്റെ കൂടെ നിസ്കരിക്കാൻ തോളോട് തോള് ചേർന്ന് എന്റെ കൂടെ നിസ്കരിക്കാൻ വന്ന് ഇപ്പുറത്തുള്ളവനോട് സലാം വീട്ടിയതിനു ശേഷം മുഖത്ത് നോക്കി മിണ്ടാതെ ചിരിക്കാതെ സലാം പറയാതെ മടക്കാതെ അല്ല ഉണ്ടാവേണ്ടത്. മുഅ്മിനുകളോട് എന്റെ കൽബിൽ നീ പക ഉണ്ടാക്കരുത് അല്ലാഹ്. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു റബ്ബനാ, അല്ലാഹുവേ റബ്ബേ, ഇന്നക, തീർച്ചയായും നീ ആരാണ്? റഊഫ്, നീ റഅഫത്തുള്ളവനാണ്, കൃപയുള്ളവനാണ്, അലിവുള്ളവനാണ്, റഹീം, കരുണാവാരിധിയുമാണ്. അപ്പൊ ഞാൻ എന്താവണം? കൃപ കാണിക്കണം. ആരോട്? എല്ലാവരോടും, മനുഷ്യന്മാരോട്.
ഇതാണ് ഹിജറിൽ നമുക്കുണ്ടാവേണ്ട മറ്റൊരു ഗുണപാഠം. എല്ലാവരെയും സ്നേഹിക്കുവാൻ, എല്ലാവരെയും ആദരിക്കുവാൻ, എല്ലാവരെയും ബഹുമാനിക്കുവാൻ നമ്മൾ തയ്യാറാവണം. കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. റബ്ബേ, എന്റെ ഉപ്പയെ സ്വർഗത്തിലെത്തിക്കണമെന്ന് പറയാൻ, എന്റെ ഉമ്മയെ സ്വർഗത്തിലെത്തിക്കണമെന്ന് പറയാൻ, എന്റെ മക്കളെ എന്റെ കൂടെ എന്നെപ്പോലെ സ്വർഗത്തിലെത്തിക്കണമെന്ന് പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഓരോ പ്രാർത്ഥനയിലും നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹുവേ, എന്റെ കൂടെ പള്ളിയിലെ കവി മനുഷ്യനുണ്ടല്ലോ, അയാളുടെ രോഗം മാറ്റിക്കൊടുക്കണേ എന്ന് പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റബ്ബേ, എന്റെ മനസ്സിലുള്ള ആ ദേഷ്യമുണ്ടല്ലോ, അത് മാറ്റിത്തരെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. അല്ലാഹുവേ, മറ്റുള്ളവനെ സഹായിക്കുവാനുള്ള നല്ല മനസ്സ് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. ഹിജറയിൽ നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ മറ്റൊരു ഗുണപാഠം ഇതായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من تبع الهدى إلى يوم الدين. أما بعد يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി അമലുകളെ പരിപൂർണമായും നിയന്ത്രിക്കണേ എന്ന് ഒന്നുകൂടി ഓരോരുത്തരെയും ഓർമ്മിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ആരോഗ്യവും പരിപൂർണമായ ഈമാനും മരണം വരെ നിലനിന്ന് തരുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ വേറെയും കുറെ വിഷയങ്ങളിൽ, ഒന്ന് ലഹരിയുടെ ഒരു കാലഘട്ടമാണ്. ലഹരി എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അതിൽ കളി ലഹരിയുടെ ഒരു സമയമാണ് ഇത്. സീസണാണ്. കളിക്കണം, കളി കാണണം, കളിക്കാൻ പോകണം, ഒക്കെ ശരിയാണ്. ആരോഗ്യപരമായി മാനസിക ഉല്ലാസം ഒക്കെ ഉണ്ടാവും. അതിനെയൊന്നും തടയേണ്ടതില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ലഹുൽ ഹദീസ് എന്ന കൂട്ടത്തിൽ പണ്ഡിതന്മാരൊക്കെ എണ്ണിയത് ഇബാദത്തുകളെ തടസ്സം വരുന്ന കാര്യങ്ങളൊക്കെ വിനോദ വർത്തമാനമായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഫിഖ്ഹിന്റെ കിതാബുകൾ വായിക്കുമ്പോൾ, ഫിഖ്ഹിന്റെ കിതാബുകൾ, ഫത്ഹുൽ മുഈൻ പോലെയുള്ള ഫിഖ്ഹിന്റെ കിതാബുകൾ വായിക്കുമ്പോൾ അത് അവർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ മറ്റൊരു വശമാണ്. ഈ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ഒച്ചത്തിൽ ഖുർആൻ പാടില്ല എന്നാണ്. അതേ പള്ളിയിലാണ് മാലയും മൗലൂദും മറ്റൊക്കെ ഇഷ ബാങ്കിന് ശേഷം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും ഖുർആൻ പാരായണത്തിൽ ഇസ്ലാമിക മര്യാദ എന്നുള്ളത് ശബ്ദത്തിൽ ഓതണം, മറ്റുള്ളവർ കേൾക്കണം. പക്ഷെ ഒരാളുടെ നിസ്കാരത്തെ വസ്വാസാക്കുമെങ്കിൽ ഖുർആൻ പാരായണം പോലും ഒച്ചത്തിൽ ഓതാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പള്ളിയിൽ വന്നാൽ മെല്ലെ ഖുർആൻ പാരായണം ചെയ്യാറുള്ളത്. എങ്കിൽ ഈ കളിയുടെ വിഷയത്തിലും ആ ഒരു മര്യാദ കാണാൻ പോകുന്നവരും കളിക്കാൻ പോകുന്നവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആൻ പാരായണം കൊണ്ട് നിസ്കരിക്കുന്നവർക്ക് പ്രയാസം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിൽ ഉണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുസ്തി മത്സരം നടത്തിച്ചിരുന്നല്ലോ. ഗുസ്തി മത്സരം നടത്തിയിരുന്നു, കുതിരസവാരി മത്സരം നടത്തിയിരുന്നു, കുതിരസവാരി പഠിക്കാൻ പറഞ്ഞിരുന്നു, അല്ലെ? അപ്പോ വ്യായാമ മുറകൾ പഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു, നീന്തൽ പഠിപ്പിച്ചിരുന്നു, നീന്തൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാണ്. കളികളും കാര്യവും ഒക്കെ വേണം, വിനോദം വേണം, പക്ഷെ ഒന്നും അതിര് വിടാൻ പാടില്ല. ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടോ എന്നൊരു പഠനം നോക്കണം. ഉറക്കൊഴിയുമ്പോൾ ആരോഗ്യത്തെ വലിയ രൂപത്തിൽ ബാധിക്കും. ഒരുപാട് ഉറക്കൊഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ലോ, അത് ശ്രദ്ധിക്കേണ്ടതാണ് അത്തരക്കാർ. അതേപോലെ തന്നെ ഇബാദത്തുകളെ, സുബഹി പോലെ ഇഷ പോലെയുള്ള ഇബാദത്തുകളെ ബാധിക്കുന്നുണ്ടോ എന്ന ഒരു ശ്രദ്ധയും ഉണ്ടാവണം. അപ്പൊ ഇബാദത്തുകൾക്ക് തടസ്സം വരുന്ന രൂപത്തിലാണെങ്കിൽ അള്ളാന്റെ സഹായം ഉണ്ടാവില്ല. അത് നമ്മൾ വളരെ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തെ ബാധിക്കാത്ത, ഇബാദത്തുകളെ ബാധിക്കാത്ത രൂപത്തിൽ നാം അതിനെ ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, അള്ളാഹ് എന്തായാലും ചോദ്യം ചെയ്യല്ലോ എല്ലാം. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടി അത്തരം വിഷയങ്ങൾ കാണണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ കൽപ്പിച്ചതുപോലെ ചെയ്യുന്നവർ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവെ, നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു തരണേ അള്ളാഹ്.
അള്ളാഹുവെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ അള്ളാഹുവെ അവരുടെ അവരുടെ കർമ്മങ്ങളൊക്കെ നീ സ്വാലിഹായ കർമ്മങ്ങളാക്കി മാറ്റി കൊടുക്കണേ അല്ലാഹ്. അവരുടെ നല്ല ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് കൊടുക്കണേ അല്ലാഹ്. എല്ലാം കാണുന്ന അർഹമുർ റഹീമായ അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ച് മരിക്കുന്നവരിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നമ്മുടെ മാതാപിതാക്കളുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من تبع الهدى إلى يوم